ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 7:30 കഴിഞ്ഞുള്ളൂ. ഇന്ന് രാവിലെ 10:30ക്കാണ് എക്സാം. അപ്പോൾ ഞാൻ എനിക്ക് പല്ലൊക്കെ തേച്ചുള്ളൂ, അത്ര നേരമായുള്ളൂ. ഞാൻ കഴിക്കാൻ വേണ്ടി ചപ്പാത്തിയും ഇന്നലെ രാത്രി ഗോബി മഞ്ചൂരി വെച്ചായിരുന്നു. അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് മഞ്ഞും ഒന്നുമില്ല, ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നു. എന്നാലും നേരത്തെ ഇറങ്ങാമെന്ന് കരുതിയാണ്. ഇന്നത്തെ എക്സാം എഴുത്ത് പരീക്ഷയാണ്. കുറേ കണ്ട് പഠിക്കാൻ പോകണ വഴി പഠിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ കരുതിയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി 2 ചപ്പാത്തിയും ഇതും എടുത്തു. ചായ ഞാൻ ഉണ്ടാക്കി. ചായയും കൂടെ ഉണ്ടാക്കാൻ നിന്ന് എൻ്റെ സമയം പോകുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഇനിയിപ്പോൾ റെഡിയായി ഇറങ്ങുമ്പോൾ ചിമ്മെന്നൊരു ചായ മേടിച്ചുകൊണ്ട് പോകാമെന്ന് കരുതുന്നു. ഓക്കെ, സോ റെഡിയായി. ഇനിയിപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിക്കണം. ഞാൻ ലേറ്റായി, പെട്ടെന്ന് കഴിച്ചിട്ട് ഇനി ഇറങ്ങാൻ പോവാം. അപ്പോൾ ഞാൻ റെഡിയായി ഇറങ്ങി. എന്തൊരു യോഗമാണ് നോക്കണത്. മഴ തുടങ്ങി. മഞ്ഞല്ല, ഭാഗ്യം മഴയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. വലിയ ശക്തമായി മഴയില്ല, എന്നാലും മഴയാണ്. പക്ഷേ ഇനിയിപ്പം നനഞ്ഞാണല്ലോ കയറണ്ടേ. വണ്ടി ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ ടെമ്പറേച്ചർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പഴയ ജാക്കറ്റ് തന്നെ എടുത്തിട്ടത്. മറ്റേ ജാക്കറ്റിൻ്റെ ആവശ്യമില്ല ഇവിടെ. നനഞ്ഞ് കയറണമല്ലോ. എങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു. ഇവിടെ സമയം 8 മണി കഴിഞ്ഞു. കൊണ്ടേക്കട്ടെ. അപ്പോൾ ഞാൻ വണ്ടി വന്ന് കയറി. ഇനി ഞാൻ ചായ കുടിച്ചിട്ടില്ല, അതുകൊണ്ട് ടിമ്മിന്നൊരു ചായ മേടിച്ചിട്ട് ഇനി യാത്ര തുടങ്ങാം. ഞാൻ പോണ വഴിയൊന്നും വീഡിയോ എടുക്കില്ല, കാരണം എനിക്കൊന്നും പഠിക്കാനുണ്ട്. കുറേ പ്രസൻറ്റേഷൻ സ്ലൈഡ്സ് ആണ്. ഇങ്ങനെ അല്ലാതെ വേറെ നോട്ടൊന്നുമില്ല. പിന്നെ ഞാനൊരു നോട്ട് ക്രിയേറ്റ് ചെയ്തായിരുന്നു, ബട്ട് അത് ഞാൻ എടുക്കുന്നില്ല. പ്രസൻറ്റേഷൻ ഞാൻ നോക്കാത്ത 1-2 സ്ലൈഡ്സ് കൂടെ ഉണ്ടായിരുന്നു. നോക്കി അങ്ങ് പഠിച്ചുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. എനിക്കത് മതി. അപ്പം പരീക്ഷയാണല്ലോ, പഠിക്കണമല്ലോ. ഇപ്പം ബുധനാഴ്ച രാവിലെയാണ് ഡേ 3 ഓഫ് എക്സാം, ഫൈനൽ എക്സാം. ഇതിപ്പം 3ാമത്തെയാണ്. ഇനി 2 കൂടെ ഉള്ളൂ. 3 കഴിഞ്ഞു, 2 കൂടെ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ ഈ ടിമ്മിലേക്ക് പോട്ടെ. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ ടിമ്മ, കാരണം ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. ടിമ്മിലോട്ട് പോവാ. പക്ഷെ അങ്ങനെ ടിം അഡിക്റ്റോ അങ്ങനൊന്നും അല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഇപ്പം ചായ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചായ. നമ്മൾ മലയാളികൾ കൂടുതലും ചായ അടിച്ചാലേ എനിക്കങ്ങനെ തോന്നാറുണ്ട്. നേരത്തെ എനിക്ക് ഒരിടയ്ക്ക് കാപ്പിയായിരുന്നു ഇഷ്ടം, ബട്ട് ഇപ്പോൾ ചായയാണ്. പക്ഷേ ഇവിടുത്തെ ഒന്നും പറയാലോ, നമ്മുടെ നാട്ടിലെ ചായട്ടൊന്നും കമ്പയർ പോലും ചെയ്യരുത്. പാപ്പം വല്ലതും കിട്ടും. ഞാൻ ഇവിടെ കുടിക്കുന്ന സ്റ്റീപ്പ് ടീ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ചായയാണെന്ന് ചോദിച്ചാൽ ഉള്ളത് പേരെന്നൊക്കെ ഒരു സെറ്റപ്പ് പറയാം. സ്റ്റീപ്പ് ടീ ട്രിപ്പിൾ 3 ക്രീം 3 ഷുഗർ ഇട്ടിട്ടൊരു സാധനമാണ്. കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലൊന്നും ചായ മിക്കപ്പോഴും തന്നെ ചായ ഉണ്ടാക്കാറ്. മോർണിംഗ്, can I get a medium steep tea triple triple? Medium steep tea triple triple? Yep. Anything else? That's all. At the window, thank you. Thank you. Okay. നമ്മളിപ്പോൾ പൈസ കൊടുക്കുന്നു. $2.10 cents ആണ് അതിന്. പൈസ എടുത്ത് കഴിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. ഞാൻ ഇവിടുത്തെ കോയിൻസ് ഒന്നും പരിചയപ്പെടുത്തിയിട്ടില്ലല്ലേ. മേ ബി നിങ്ങൾക്കൊക്കെ അറിയാം, കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കാം, പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരു ദിവസം അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. ഇവിടുത്തെ കോയിൻസ്, നോട്ട്, അതായത് ഇവിടുത്തെ പൈസ ഇതിൻ്റെ സെറ്റപ്പ് ഒന്നും. താങ്ക് യു. ജിമ്മിലൊക്കെ രാവിലെ ഈവനിങ് ആ ഒരു പീക്ക് ടൈമിലൊക്കെ ഉണ്ടല്ലോ, അവർ ഓടിക്കളിച്ചാലും മതിയാവില്ലെന്നുണ്ട്. ഭയങ്കര തിരക്കാന്നേ. ഇവിടെ ഉള്ളവർ രാവിലെ എണീക്കുന്നത്, എന്ത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം പോകുന്നത് ജിമ്മിലോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടുത്തെ ചായക്കട അതാണ്. അപ്പം ചായ കുടിക്കാനുള്ള ഒരു ഇതിൽ അവർ പോകണതാണ്. എന്താല്ലേ, നമ്മുടെ നാട്ടിൽ അതുപോലെ അങ്ങനെ ചായക്കടയിലൊക്കെ രാവിലെ പോവും. രാവിലെ ടൗണിലൊക്കെ പോകുന്ന കാരണന്മാരൊക്കെ എങ്ങാനും പോയാലായി. അല്ലാതെ
നമ്മൾ രാവിലെ എണീക്കുന്ന ഉടനെ അമ്മേ ചായ അല്ലെ അമ്മേ പൂമുഖത്തേക്കൊരു ബ്ലാക്ക് ടീ അല്ലെ, അങ്ങനെ ഒരു സെറ്റപ്പ് അല്ലേ. കടയിൽ പോയി കുടിക്കുന്ന സെറ്റപ്പ്. ഇവര് വീട്ടിലൊന്നും ഒന്നും ഉണ്ടാക്കൂല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ടിമ്മില മഗ്ഡി ഇങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും അവര്. അപ്പം മഴയാണ്. ഞാനിത് ഇപ്പം പോവാണ്. ഇനിയിപ്പോൾ ഞാനിന്ന് പഠിക്കട്ടെ. ഇനിയിപ്പോൾ കോളേജിൽ ചെന്നിട്ട് എങ്ങനെയാന്ന് നോക്കട്ടെ. 10:30ക്കാണ് പരീക്ഷ. ഒരുപാട് നേരമുണ്ട്. ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങിയതാണ്. എന്നാലും കുഴപ്പമില്ല, പതിയെ അങ്ങ് പോയാൽ മതിയല്ലോ പഠിച്ചുകൊണ്ട്. 2 മണിക്കൂറിനുള്ളിൽ ചെന്നാൽ മതി. എഴുത്ത് പരീക്ഷയാണ്. സോ ഐ എം ടെൻസ്ഡ്. പഠിക്കട്ടെ. അപ്പോൾ ശരി, വരുന്ന വഴി കാണാം. ശരി, പോണ വഴി ഇനി അങ്ങനെ കാണാം. എനിക്ക് ഈ കാലാവസ്ഥ അങ്ങോട്ട് മനസ്സിലാവണില്ല. കഴിഞ്ഞ ദിവസം വരെ ഭയങ്കര മഞ്ഞും കാര്യങ്ങളുമായിട്ട് ഇന്നിപ്പം നല്ല പേമാരി പോലെ മഴയാണ്. നല്ല മഴയായിരുന്നു. ഇപ്പൊ ഇച്ചിരി കുറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഫുൾ ഇനി മഴയാന്ന് തോന്നുന്നു. മഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി, ബട്ട് സ്റ്റിൽ മഴ മാത്രമേ ഉള്ളൂ. എന്തല്ലേ. അങ്ങനെ ഞാനിത് കോളേജിലെത്തിയിട്ടോ. സമയം 10:05 ആയതേ ഉള്ളൂ. പതിയെ വന്നേ. പക്ഷേ 1 മണിക്കൂർ 50 മിനിറ്റ് യാത്രയൊക്കെ എടുത്തുള്ളൂ. ഇന്ന് മഴയായിരുന്നോണ്ട് ഞാൻ ഇച്ചിരി പതിയെ വന്നേ. മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇപ്പം മഴയില്ല കേട്ടോ, നന്നായി. അപ്പോൾ അത് ഞാൻ കോളേജിലെത്തി. ആദ്യ എക്സാം നടന്ന അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് എനിക്ക് ഇന്നും. ആ ബിൽഡിങ്ങിൻ്റെ പേര് ടി ബിൽഡിംഗ് എന്നാണ്. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പി, അവിടെ കോർണറിലുള്ളത് ടി, ഫ്രണ്ടിൽ കാണുന്ന ഇ. പഠിച്ചെടുക്കാൻ കുറച്ച് പാടായിരുന്നു ഇവിടെ കോളേജ്, കാരണം ഒരുപാട് വലിയ കോളേജ് ആയതുകൊണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ പാർക്ക് ചെയ്തേക്കാം. ഹവേർലി പാർക്കിംഗ് ആണ്. ഞാൻ പേ ചെയ്തില്ല. പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇറങ്ങി പോകണം. പാർക്കിംഗ് ഒന്നും ഫ്രീ അല്ല. ഇത്ര പൈസ മേടിക്കുന്ന പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊരു കോളേജിലും ഫ്രീ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പഠിച്ച ഇത് രണ്ടാമത്തെ കോളേജാണ്. 2 കോളേജിനും പാർക്കിംഗ് ഫ്രീ അല്ല. പേ ചെയ്തിട്ട് വേണമായിരുന്നു പാർക്ക് ചെയ്യാൻ. ഇവരിങ്ങനെ ചെക്ക് ചെയ്യുവേ. ഇവർക്ക് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ സെൻസറുണ്ട്, നമ്മൾ പെയ്ഡ് ആണോ അല്ലേ എന്നുള്ളത് അവർക്കറിയാം. അപ്പം നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇവിടെ പാർക്ക് ചെയ്ത് പെയ്ഡ് ആയിട്ടല്ലെങ്കിൽ കൊണ്ടുവന്ന് ടിക്കറ്റ് വെച്ചിട്ട് പോകും. അതായത് പെറ്റി. അതൊരു $25-30 ആയിരിക്കും കിട്ടുന്നത്. $30 എന്നൊക്കെ പറയുന്ന നാട്ടിൽ 2000 രൂപ. നമ്മൾ ഒരു ചെറിയൊരു പൈസയ്ക്ക് വേണ്ടി നമ്മൾ 2000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും പേ ചെയ്യും. ഞാൻ റിസ്ക് എടുക്കുന്നില്ല. എന്നിട്ട് അകത്ത് കയറി പോട്ടെ. എന്നിട്ട് ക്ലാസ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇന്നത്തെ എക്സാം എഴുതാമല്ലേ. എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. കുറേ നാൾക്ക് ശേഷം എഴുതാൻ പോകുന്നതിൻ്റെ ഒരു ടെൻഷനുണ്ട് എനിക്ക്. ഞാൻ പഠിച്ചു കേട്ടോ, കുറേയൊക്കെ ഇരുന്ന് പഠിച്ചു. വരുന്ന വഴി നോക്കട്ടെ. അങ്ങനെ ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞു. അതായിരുന്നു എൻ്റെ ക്ലാസ്. ഇന്നും കുഴപ്പമില്ലായിരുന്നു. എന്ത് പരീക്ഷയായിരുന്നു, കൊള്ളായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ മൊത്തത്തിൽ പ്രസന്നത. അല്ലായിരുന്നെങ്കിൽ ഇപ്പം മൊത്തം വീർത്തിറങ്ങി വന്നത് ഞാൻ. ഇപ്പോൾ അമ്മ ഇവിടെ ഇല്ലല്ലോ, അല്ലായിരുന്നു പറയായിരുന്നു അമ്മ ഇതേ ജയിച്ച് തോറ്റതിനും പണിയല്ല, ജയിച്ച് വന്നിരിക്കുന്നു ഇതിൻ്റെ ബോൾ. വെളിയിൽ മഴയാണെന്ന് തോന്നുന്നു. അപ്പം ഇനി ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കോളേജ് ടൂറൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അതിനൊക്കെ ഒത്തിരി സമയം വേണം. മെനക്കേടാ, മടിയാ ഉള്ളത് പറയല്ലോ, അതാണ് കാര്യം. അപ്പം ഇനി വെളിയിലോട്ട് ഇറങ്ങട്ടെ. കുറേ നാൾക്ക് ശേഷം പകൽ എക്സാം എഴുതാൻ വന്നതിൻ്റെ പകൽ എക്സാം എന്നല്ല, ക്ലാസ് എനിക്കെല്ലാം ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ പകൽ കോളേജിൽ വരുന്നത്. തണുപ്പുണ്ട് കേട്ടോ. ഉണ്ടാ മഴയാണ്. മഴയാണ്. മഴ കൊണ്ടാറ് മഴയാണ്. വെറുതെ നനഞ്ഞ് പനി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല, നോക്കാൻ കാര്യമില്ല. പനി പിടിച്ച് അവിടെ കിടന്ന് പിന്നെ കിടക്കാനും പറ്റില്ല, ജോലിക്ക് പോകണമല്ലോ. അതിലും ഭേദം സെക്യൂറായിട്ടിരിക്കുന്നതാണ്. ഓക്കെ, പാർക്കിംഗ് തീരുന്നതിന് മുമ്പ് ഞാൻ വന്നു. തണുപ്പുണ്ട് കേട്ടോ, ആരാ തണുപ്പില്ലെന്ന്. അപ്പം ഇനി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഞാൻ ഏകദേശം വീടെത്താറായി. മഴയാണ്, പതിയാ പോണത്. ഈ വിശക്കുന്നു, പക്ഷെ എന്നിട്ട് ചോറുണ്ണണം.
വാവ് തിരിച്ചെത്തി. വീട്ടിലേക്ക് ഇനി ഏകദേശം 1.5-2 കിലോമീറ്റർ കഷ്ടിയും. നാളെ കഴിഞ്ഞ് പരീക്ഷയുണ്ട്. പഠിച്ചു മടുത്തില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഇല്ല, പഠിത്തില്ല, എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, അങ്ങനെ കൂട്ടിക്കൊള്ളുക. നിന്റെ പഠിത്തം ഇതുവരെ കഴിഞ്ഞില്ലേ എന്നൊക്കെ എന്നോട് പലരും വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്. ഇല്ല, കഴിഞ്ഞില്ല. എനിക്ക് പഠിക്കാൻ ഇഷ്ടമായോണ്ടല്ലേ ഞാൻ പഠിക്കുന്നത്. നിങ്ങൾക്ക് എന്താടേ? വേണ്ട. അങ്ങനെ അവസാനം നമ്മുടെ വീടിന്റെ സ്ട്രീറ്റ് എത്തി, നമ്മുടെ വീടെത്തി. ഇതാണ് വീട്. മഞ്ഞൊക്കെ അത്യാവശ്യം പോയി. ഈ പാർക്ക് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോഴേ ഞാൻ വീണ്ടും വണ്ടിയിൽ കയറി. എന്തിനാന്ന് വെച്ചാൽ ഏട്ടനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നാണ്. അപ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്തു. ഞാൻ ഫസ്റ്റ് കോഴ്സ് ചെയ്ത് എൻ്റെ കോളേജ് വരെ ഒന്ന് പോകണം. എനിക്കൊരു പ്രൊഫസറെ കാണാനുണ്ട്. അങ്ങോട്ടേക്ക് പോകണം, സെൻറ്റ് ലോറൻസ് കോളേജിലേക്ക്. കുറേ ആയി പോയിട്ട്. അപ്പോൾ പ്രൊഫസറെ കാണണം. പോയിട്ട് വരാം. ഫസ്റ്റ് ഐ വിൽ സേ ഇൻ മൈ ലാംഗ്വേജ്, സോ ദെൻ ഐ ഓക്കെ. അപ്പം ഞാനിപ്പോൾ കോളേജിൽ വന്നിട്ടുണ്ട്. എൻ്റെ പ്രൊഫസറെ ഞാൻ കണ്ടു. 1 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. ഓക്കെ, സോ here is my professor. It's Albert. Hello. So you want to say anything about me or no? About you, about being a good student, that you are looking to take off a very successful career, and that's really good to see. Really Okay, good. Yeah. thank you. You're welcome. It's so nice to see after a year. After 1 year, yeah. Yes, yeah. Yeah, it is very good to see you after a year. Yeah, of course, and we are having it's been 1 hour we are talking, right? Pretty Almost, close, yeah. Almost 1 hour. Almost 1 hour. Yeah, and still have a lot to say, but yeah, it's so nice. It is. Yeah. It is very nice, yeah. Okay, all right. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു. സോ ഞാനിപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു. പ്രൊഫസറൊക്കെ കണ്ടു. കുറേ നേരം സംസാരിച്ചു കേട്ടോ. 1 മണിക്കൂർ 1.5 മണിക്കൂർ സംസാരിച്ചെന്ന് തോന്നുന്നു. 1 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ കാണുന്നത്. സപ്ലൈ ചെയിനിൽ തന്നെ പഠിപ്പിച്ചായിരുന്നു എൻ്റെ ഫസ്റ്റ് കോഴ്സിൽ. അത് കഴിഞ്ഞ ഡിസംബറിലാണ് തീർന്നത്. അന്നാണ് ഞാൻ അവസാനമായിട്ട് കണ്ടത്. പിന്നെ ഞാൻ ലിങ്ക്ഡിനിൽ ഞങ്ങൾ മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു. പ്രൊഫസറായിട്ട് കണക്ഷനിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊരു വളരെ നല്ലൊരു ഈവനിങ് ആയിരുന്നു എനിക്കിന്ന്. സോ കണ്ടു, കുറേ സംസാരിച്ചു. പ്രൊഫസറുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. 1 ഇയറിലെ എൻ്റെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുറേ ഉപദേശങ്ങളൊക്കെ എനിക്ക് തന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ. ഹീസ് ലൈക്ക് എൻ്റെ ഒരു മെൻറ്റർ പോലെയാണ് എനിക്ക്. നമുക്കൊരു എവിടെ ഇനി എന്ത് എന്നൊക്കെ ഉള്ളൊരിത് വരുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളോട് പറയുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, നമുക്ക് കുറച്ച് അഡ്വൈസ് അല്ല, കൈൻഡ് ഓഫ് ഓക്കെ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയില്ലേ. അപ്പോൾ അത് എന്തായാലും കൊള്ളായിരുന്നു. വളരെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് കഴിഞ്ഞു. ഇന്നിപ്പോൾ വൈകുന്നേരം 6:30 ആയി. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്നു, നാളത്തേനുള്ളത് പഠിക്കുന്നു, കിടന്നുറങ്ങുന്നു, ഇതൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ 3ാമത്തെ ദിവസത്തെ പരീക്ഷയും കഴിഞ്ഞു. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.